ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നിഫ്റ്റി എങ്ങനെയാണെന്ന് അങ്ങനെ തന്നെയാണ് ഇന്ന് നിഫ്റ്റി നിൽക്കുന്നത്. ഒരു സൈഡ് വേസിൽ തന്നെയാണ്. ഒരു മൂവ്മെൻ്റ് ഒന്നും നിഫ്റ്റിക്കില്ല. നിഫ്റ്റി ഒരു ബെറ്റർ മൂവ്മെൻറ്റ് ഉണ്ടാക്കും എന്ന് നമുക്ക് വിചാരിക്കാം. തൽക്കാലം സൈഡ് വേസ് മാർക്കറ്റിലാണ് ഇന്നിരിക്കുന്നത് കേട്ടോ. ഇന്നലത്തെ പോലെ അല്ല, ഇന്ന് ട്രേഡുകളെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഫ്രീ ഗ്രൂപ്പിൽ നിന്ന് ഒരു ട്രേഡ് പോലും കിട്ടിയിട്ടില്ല. നമുക്ക് സെൻസസിലൊരു ട്രേഡ് ഉണ്ടായിരുന്നു രാവിലെ തന്നെ. അത് SL ആണ്, ഡയറക്റ്റ് SL അടിച്ചിട്ടുള്ള ട്രേഡാണ്. പിന്നെ സെൻസസിൽ വന്ന ട്രേഡ് നമുക്ക് ഒരു കോസ്റ്റ് ഒരു 10-20 പോയിന്റ് എന്തായാലും SL പോവും. അങ്ങനത്തെ ലെവലുള്ള ഒരു പരിപാടിയാണ്. 40 പോയിന്റാണ് സെൻസസിൻ്റെ SL, പക്ഷേ അവിടെയൊക്കെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഇവിടെയാണ് 250 250 ഈ സ്ട്രൈക്ക് ഞാൻ അടുത്താണ് കേട്ടോ. ഈ പ്രൈസ് ഞാൻ ഗ്രൂപ്പിലിട്ടുള്ളതല്ല. ഈ പ്രൈസ് ഞാൻ പിന്നെ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. അതൊരു 1 മണിക്ക് ശേഷമാണ്. പേഴ്സണലി രാവിലെ ഞാൻ എടുത്ത ട്രേഡാണ്. അത് SL ആണ്, ഡയറക്റ്റ്ലി SL അടിച്ചതാണ്. പിന്നെ രണ്ടാമത്തെ വട്ടം കയറിയത് നമുക്കവിടെ കാണാൻ പറ്റും. ഒരു മണി ടൈമിലാണ് തിരിച്ച് കയറിയിരിക്കണത്. പിന്നെ ഒരു റീ എൻട്രി വന്നിട്ടുണ്ട്. സംഭവം ഈ 2 എൻട്രിയും SL ഇല്ല. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് ഞാൻ എടുത്തതാണ്, അത് SL ആണ്. രണ്ടാമത്തെ എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് 2 പോയിന്റ് SL വന്നിട്ടുണ്ട്. ആണെങ്കിൽ കോസ്റ്റും ഹിറ്റാക്കാൻ പറ്റും. പിന്നെ നോക്കേണ്ട സെൻസസ് ആണ്. സെൻസസിൽ ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, പക്ഷെ അത് നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്. ഒരു 10-20 രൂപ എന്തായാലും SL വരുകയും മനസ്സിലായില്ലേ. രണ്ടാമതും മൂന്നാമതും ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. റീ എൻട്രികളാണ്. ഇതിലൊന്നും കിട്ടാല്ല. ഒരു 1:1 ഒരു മാർക്കറ്റ് സിനാരി ഒന്നും ഉണ്ടായിരുന്നില്ല മാർക്കറ്റിൽ. എവിടെ നിന്നെങ്കിലും ഒരു ട്രേഡ് കണ്ടുപിടിച്ച് തരാന്നുള്ള സെറ്റപ്പ് ആണെങ്കിൽ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ ഒരു മൂവ്മെൻറ്റ് കിട്ടില്ല. ടോട്ടൽ ഇത്ര കാര്യം പറയാനുള്ളൂ. നിങ്ങൾക്ക് ട്രേഡിങ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കൂടിയും കടന്നു പോകണം. നമുക്ക് ലോസ് ഇല്ല എന്ന് പറയാനില്ല. കണ്ടിന്യൂസ്ലി 4 ദിവസമായിട്ട് കൺസോൾട്ടേഷനാണ്. കണ്ടിന്യൂസ്ലി 4 ദിവസം SL ഉള്ളവരുണ്ടായിരിക്കാം. മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ SL കറക്റ്റ് അടിക്കാണ്ട് നമ്മളിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് വിറ്റ് കളയണവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരും റെഡിലാവും ഈ ആഴ്ച നിൽക്കുന്നുണ്ടാവും അവരെ PNL. മനസ്സിലായില്ലേ. പക്ഷെ അതൊക്കെ മാറും. കുറച്ച് ദിവസം കഴിഞ്ഞ് അതൊക്കെ മാറും. പിന്നെ അത്യാവശ്യം ട്രെൻഡിങ്ങിലേക്ക് വരും. അവിടെ നമുക്കിതൊക്കെ ഒറ്റ ട്രേഡ് കൊണ്ട് 2 ട്രേഡ് കൊണ്ടൊക്കെ ഈസിയായിട്ട് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. നമ്മൾ സസ്റ്റെയിൻ ചെയ്യുക ഈ ഒരു പരിപാടിക്ക്. മനസ്സിലായില്ലേ. അത്ര നമുക്ക് ചെയ്യാവുള്ളൂ. അത് വൃത്തിക്ക് ചെയ്യുക. നല്ല ട്രേഡിങ് ഡേ വരും. അപ്പോൾ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്നും ഒരു വിഷയം വരില്ല. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം അതാണ്. 4 ദിവസമായിട്ട് മാർക്കറ്റ് ഓടുന്നില്ല. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓടാത്ത മാർക്കറ്റിൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് പ്രൈസ് കണ്ടുപിടിക്കാം, SL ഇടാം, ടാർഗറ്റ് വയ്ക്കാം. പക്ഷെ ഇതൊന്നും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യില്ല. മീൻസ് നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് ടൈം പീരീഡ്. ആ ടൈം പീരീഡ് കൊണ്ടുള്ള SL അടിച്ച് കഴിഞ്ഞാൽ എക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആ ടൈമിലുള്ള പ്രോഫിറ്റിൽ നിൽക്കില്ല, SL സൈഡിലായിരിക്കും ചെയ്യും. ഇതാണ് നടന്നുകൊണ്ടിരിക്കണം ഇപ്പോൾ. അല്ലെങ്കിൽ പിന്നെ അഗ്രസീവ് എൻട്രീസ് ആണ് വരണത്. ഇന്നലൊക്കെ അഗ്രസീവ് എൻട്രി വന്നു. പക്ഷേ ഇന്നലൊക്കെ പിന്നെയും പോയതാണ് ഇന്നത്തെ ദിവസത്തേക്കാളും. ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കില്ല എന്ന് മാത്രം. എനിക്കിപ്പോൾ പറയാനുള്ള കാര്യം അതാണ്. നിങ്ങൾ കുറേ ദിവസമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, ഒരു 2-3 മാസമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുണ്ടാവും. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. നല്ല രീതിക്കുള്ള പ്രോഫിറ്റുകൾ കിട്ടിയിട്ടുണ്ടാവും. ഇതിലിപ്പോൾ ഡെയിലി ഇപ്പോൾ നമ്മൾ റെഡ് ഇരിക്കുമ്പോൾ വിഷയമല്ല. നമുക്ക് ഇത്ര പോയിന്റ് നമുക്ക് നഷ്ടം വരുള്ളൂ. അതൊക്കെ 2 ട്രേഡ് കൊണ്ടോ 3 ട്രേഡ് കൊണ്ടോ ഈസിയായിട്ട് റിക്കവറാക്കി തരാൻ പറ്റുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓവർ ട്രേഡ് എടുക്കാണ്ടിരുന്നാൽ മതി. ഓവറായിട്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി. മനസ്സിലായാലേ. പിന്നെ എങ്ങനെയാണ് ഈ പ്രൈസ് കിട്ടണത്, അതിനെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, അതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സിന് ജോയിൻ ചെയ്യാം. നിങ്ങൾക്കും ഈ ലെവലിലെ പ്രൈസുകളൊക്കെ കണ്ടുപിടിക്കാം. കറക്റ്റായിട്ട് ട്രേഡ് എടുത്ത് പോകാൻ പഠിക്കുക. മനസ്സിലായില്ലേ. ചെറിയൊരു പ്രോസസ്സല്ല ട്രേഡ് എടുത്ത് സക്സസ് ആയിട്ട് പ്രോഫിറ്റിക്ക് വരിക എന്ന് പറയണത്. ഈ ലാസ്റ്റ് പറഞ്ഞ വേർഡ് പ്രോഫിറ്റിക്ക് വരിക എന്ന് പറയണത് ചെറിയൊരു പ്രോസസ്സല്ല. കാലയളവില്ല. പക്ഷേ നിങ്ങളത് എത്രത്തോളം അത് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കണത്. അത്രയാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ. നല്ല ഡേ ആയിരിക്കട്ടെ. ലാസ്റ്റ് ഡേ ആണ് നാളെ ട്രേഡിങ്ങിൽ. അപ്പോൾ നമുക്ക് അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ. നല്ല പ്രോഫിറ്റുകൾ എയിം ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.